ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാൻ അമേരിക്ക രണ്ടാം സമാധാന ചർച്ച സാധ്യമായേക്കില്ല. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അല്പസമയം മുൻപ് വൈറ്റ് ഹൌസിലെത്തിയെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൻ, അങ്ങനെ രണ്ടാം സമാധാന ചർച്ച സാധ്യമായേക്കില്ല എന്ന് പറയുമ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാതിലുകളും അടയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്നാണ് ഇറാൻ പിന്മാറിയിരിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം നമുക്ക് ലഭിച്ചിരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഐസൻ? അശ്വതി, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടാം ഘട്ട ചർച്ചകൾ നേരത്തെ തന്നെ ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള സാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള സാധ്യതയില്ല. അതിന് കാരണം, അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഹോർമൂസിലെ ഉപരോധം അമേരിക്ക തുടരുന്നൊരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ചർച്ചകൾ സാധ്യമല്ല. ഉപരോധം അവസാനിപ്പിക്കണമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലെ രാത്രിയും ഈ ഉപരോധത്തിൽ ഏർപ്പെട്ടിരുന്ന കപ്പലുകൾ അതിശക്തമായ ഒരു ആക്രമണം ഇറാൻ്റെ കപ്പലിന് നേരെ നടത്തുകയും ചെയ്തു. അതോടുകൂടി ശക്തമായ ഒരു എതിർപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇറാൻ നീക്കങ്ങൾക്ക് തയ്യാറല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാധാന നീക്കങ്ങൾക്ക് തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ചയോടെ, അതായത് നാളെയോടെ പാകിസ്ഥാനിൽ, മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനിൽ എത്തുമെന്നായിരുന്നു സൂചന. പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കുന്ന സാഹചര്യമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് കൃത്യമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യവും അതുപോലെ തന്നെ ഭരണാധികാരികൾ തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖലിബാഫ് ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി പറഞ്ഞത് ഈ ഇറാനുമായുള്ള ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഇറാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യം വന്നപ്പോൾ മറ്റൊരു സങ്കീർണ്ണ വിഷയം കൂടി ഉയർന്നു വരുന്നത് 22-ാം തീയതി വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക ഘട്ട ചർച്ചയെങ്കിലും നടന്നില്ലെങ്കിൽ ഈ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ആ നിമിഷത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് തിരിയുന്നൊരു സാഹചര്യമുണ്ടായാൽ അതും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന നിലപാട് അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വെല്ലുവിളി കൂടി നേരത്തെ വാർത്തകളിലെല്ലാം തന്നെ പരാമർശിക്കപ്പെട്ട മറ്റൊരു വെല്ലുവിളി കൂടി ഉയർന്നു വരുന്നുണ്ട്. അസിം മുനീറിനെ, അതായത് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായ അസിം മുനീറിനെ അമേരിക്ക പ്രതീക്ഷയോടെ ഇറാനുമായുള്ള ചർച്ചയിൽ മധ്യസ്ഥനായി കണ്ട അസിം മുനീറിനെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയുമാണ് മധ്യസ്ഥരായി കണ്ടത്. അസിം മുനീറിനെ വിശ്വസിക്കാൻ കൊള്ളുന്നൊരു വ്യക്തിയല്ല എന്ന് US ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ പശ്ചാത്തലമെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് JD വാൻസിനെ ഈ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിക്കുകയായിരുന്നു ട്രംപ്. അതായത് പാകിസ്ഥാനിൽ ഇന്ന് എത്തേണ്ടിയിരുന്ന ട്രംപ് എത്താൻ JD വാൻസിനെ നിയോഗിക്കുകയായിരുന്നു. JD വാൻസ് ഇപ്പോഴും വൈറ്റ് ഹൗസിൽ തന്നെ തുടരുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നാളെ ഇറാൻ ഡെലിഗേറ്റ്സ് എത്തില്ല എന്നത് ഇറാൻ തന്നെ അറിയിച്ചിരിക്കുന്നു. JD വാൻസ് വരാൻ തയ്യാറായിട്ടുമില്ല. അദ്ദേഹം വാഷിങ്ടണിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ ഈ ചർച്ച നടക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായും മനസ്സിലാക്കേണ്ടത്. അതായത് ഐസൻ, യുദ്ധം വീണ്ടും തുടരുമല്ലേ അപ്പോൾ? തീർച്ചയായും യുദ്ധം ഈ വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു പക്ഷേ ഹോർമൂസിലെ അമേരിക്കയുടെ ഉപരോധം അതിശക്തമായി തുടരാനുള്ളൊരു നീക്കം അമേരിക്ക നിലപാടെടുക്കുകയും സ്വാഭാവികമായും സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇറാൻ അറിയിക്കുകയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആണവായുധങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുള്ള തുടർ നടപടികൾ അസാധ്യമാവുകയും ചെയ്യുമ്പോൾ എന്താണോ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഈ സംഘർഷങ്ങൾ ഒഴിവാക്കി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അതില്ലാതാകുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. സ്വാഭാവികമായും ആണവ ശേഖരം മാറ്റാനുള്ള നിർദ്ദേശം, അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു തത്വത്തിൽ അംഗീകരിക്കുന്ന രീതിയിലുള്ള ചില സൂചനകൾ വന്നിരുന്നുവെങ്കിൽ അത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇനി നടക്കാൻ പോകുന്നില്ല. ആണവ ആയുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇറാനുമായി ചർച്ച നടന്നിട്ടില്ല. അത് സമവായമാവുന്ന വിഷയത്തിലേക്കല്ല നീങ്ങുന്നത്. സ്വാഭാവികമായും ഹോർമൂസിലെ ഈ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഹോർമൂസിലെ ഉപരോധം അമേരിക്ക തുടരുന്ന സാഹചര്യത്തിൽ അതും ഒരു വെല്ലുവിളിയായി തുടരുമ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് വെല്ലുവിളികളും യുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ 22-ന് സമാധാന ധാരണ, അതല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. വീണ്ടും പശ്ചിമേഷ്യ യുദ്ധഭീഷണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അശ്വതി.